സീറോ മലബാർ സഭയിലെ ശവന്തീനി കഴുകന്മാർക്ക് എൻ്റെ അഭിവാദ്യം. സങ്കടത്തോടും വഹിക്കാനാവാത്ത വേദനയോടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഉൾക്കൊള്ളുവാനായി വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതുല്യമായ പദവി, അതിനെ ദിവ്യബലിയെന്നും കുർബാനയെന്നും ഒളിക്കമ്മീൻ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു, ആചരിക്കപ്പെടുന്നു. അതിൻ്റെ പേരിൽ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസസിലെ പുരോഹിതന്മാരും മെത്രന്മാരും സിനഡംഗങ്ങളും വിശ്വാസ സംരക്ഷകരുമൊക്കെ കാണിക്കുന്ന കോലാഹലങ്ങൾ കണ്ട് മനുഷ്യർക്ക് എന്ത് പറ്റി എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ വിഷമിക്കുകയാണ്. പക്ഷേ ഒരു പ്രത്യേകമായ ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിൽ പ്രവേശിക്കുന്നുണ്ട്. അത് ഈ സംഭവത്തിൻ്റെ മുള്ള് ഏറ്റ് ആദ്യമായി എൻ്റെ മനസ്സിൽ പിറന്നു വീഴുന്ന ഒരു ചിന്തയാണ്. ഒരുപക്ഷെ രണ്ട് തരത്തിലുള്ള സക്രമങ്ങളുണ്ട്. ഈ ദിവ്യബലി എന്ന് പറയുന്നതിന് രണ്ട് പരസ്പര ബന്ധമില്ലാത്ത രണ്ട് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തേതാണ് ഈ സീറോ മലബാർ സഭ അറിയുന്നത്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസസിലെ ആളുകൾ അറിയുന്നത്. അത് യേശുവിൻ്റെ ശവശരീരത്തെ പങ്കിടുന്ന കുർബാനയാണ്, അല്ലെങ്കിൽ ദിവ്യബലിയാണ്. നാളിതുവരെ നാം അറിഞ്ഞത് ജീവൻ ഉള്ള യേശു ജീവിച്ചിരിക്കുമ്പോഴാണ് അപ്പം എടുത്ത് നുറുക്കിയതിൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതിൻ്റെ ശരീരമാണ്, അപ്രകാരം തന്നെ പാനപാത്രം എടുത്ത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതിൻ്റെ രക്തമാണെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ അർത്ഥം, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഉൾക്കൊള്ളണം. എൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ വ്യക്തിത്വം ഉൾക്കൊള്ളണം എന്നതാണ്. അല്ലാതെ നരഭോജികളാകണമെന്നൊന്നും അതിനകത്ത് അർത്ഥമില്ല എന്ന് എല്ലാവരും അറിയുന്ന സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അത് 100% കൈവിട്ടിട്ട് ശവത്തെ അപ്രകാരമാണ് കഴുകന്മാർ വന്ന് കൊത്തിപ്പറിക്കുന്നത്. അതുപോലെ യേശുവിനെ തെരുവിലിട്ട് കൊത്തിപ്പറിക്കുന്ന ഈ സീറോ മലബാർ കഴുകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഭ്യാസങ്ങൾ, ഇതിനെന്നറുതി വരും എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വിഷയം പരാമർശിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് കുറഞ്ഞ പക്ഷം ലജ്ജയെങ്കിലും വേണം. ഷേക്സ്പിയർ തൻ്റെ ഒരു നാടകത്തിൽ പറയുന്നുണ്ട്, ലജ്ജ എന്ന വികാരം മനുഷ്യരുടെ നിന്ന് ലജ്ജിച്ചൊളിച്ചോടി, ലജ്ജയ്ക്ക് ലജ്ജ വന്ന് ലജ്ജ ഒളിച്ചോടി, മനുഷ്യരിൽ നിന്ന് ഒളിച്ചോടി മൃഗങ്ങളിൽ അത് അഭയം കണ്ടെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ സമയത്ത് ഈ സംഭവത്തിന് വളരെ അന്വർത്ഥമായതുകൊണ്ട് ഞാനൊന്ന് ഉദ്ധരിക്കുന്നുവെന്ന് മാത്രം. ലജ്ജയ്ക്ക് ലജ്ജ വന്നിട്ട് മനുഷ്യരുടെ നിന്ന് ഒളിച്ചോടിപ്പോയി മൃഗങ്ങളിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു എന്ന്. കഴിഞ്ഞ ദിവസം നാം എന്താണ് കണ്ടത്? യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം ആചരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഏക കൽപ്പന, ഒരേ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. മറ്റൊരു കൽപ്പനയും ആവശ്യമില്ല, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ മാത്രം മതി. അതിൻ്റെ എന്നേക്കുമായുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് യേശു വാസ്തവത്തിൽ ഈ സക്രമന്ത് വിഭാവന ചെയ്തത്. എന്നാൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ വെളിച്ചം അങ്ങ് മാറ്റിവെച്ചിട്ട് ആ ദിവ്യശരീരത്തെ വെറും ഒരു ശവമാക്കി അധപ്പതിച്ച് അതിനെ കൊത്തിപ്പെറുക്കി തിന്നുവാൻ ആർക്കാണ് കൂടുതൽ അവകാശമെന്ന വിധത്തിൽ ഈ വിശ്വാസ കഴുകന്മാർ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകം കണ്ട് മടുത്തു. അത് ക്രിസ്ത്യാനികളായ നാം മാത്രമല്ല, അക്രൈസ്തവരും മടുത്തു. ആളുകളിപ്പോൾ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത് കേട്ടാൽ തൊലിയുള്ളവൻ്റെ തൊലി ഉരിഞ്ഞു പോകും. അല്ല ഉരിയാതിരിക്കണമെങ്കിൽ ഈ പൊറാട്ട് നാടകം കളിക്കുന്ന ആളുകളുടെ തൊലിക്കെട്ടി പോലെ തൊലിക്കെട്ടി വേണം.
തികച്ചും അർത്ഥശൂന്യവും 100% ഒഴിവാക്കേണ്ടതുമായ ഒരു തെരുവ് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പരസ്പരം തല തല്ലിക്കീറുന്നതിന് വേണ്ടി തടി കൊണ്ടുള്ള സ്റ്റാൻഡുമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. തെരുവിൽ കിടന്ന് പരസ്പരം ഇടിക്കുകയും തൊഴിക്കുകയും കടിക്കുകയും അട്ടഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുകയാണ്. പോലീസ് വന്ന് നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല. പോലീസിനെ തള്ളിമറിക്കുകയാണ്. ഇതെല്ലാം ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ ശരീരരക്തങ്ങളെ ഉൾക്കൊള്ളുമെന്ന് പറയുന്ന അത്ഭുതകരമായ ഈ ആത്മീയ അനുഭൂതിയുടെ പേരിൽ യേശുവിനെ ഒരു വെറും ശവശരീരമാക്കി മാറ്റി അത് ഭക്ഷിക്കുവാൻ കഴുകന്മാരെ പോലെ പരസ്പരം കൊത്തിക്കീറുന്ന ഈ ഒരു വർഗത്തെ നാം എന്തിനോട് ഉപമിക്കേണ്ടു? ഇതിനെ നാം എങ്ങനെ സഹിക്കേണ്ടു? നിങ്ങൾ ദയവായി പറഞ്ഞു തരിക. അപ്പോൾ ഈ കഴുകന്മാരുടെ ചിറകടിയല്ലാതെ ഇന്ന് മനുഷ്യൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശബ്ദവും എവിടെയും കേൾക്കാനില്ല. ഈ കഴുകന്മാരുടെ യേശുവിൻ്റെ ശവശരീരം കൊത്തിപ്പറിക്കുവാൻ മാത്രം അറിയാവുന്ന കഴുകന്മാരുടെ ചിറകടി, അത് മാത്രമേ കേൾക്കാനുള്ളൂ. കേരള മനസാക്ഷിയോട് ക്രിസ്തീയ സമൂഹം നടത്തുന്ന സാക്ഷ്യം ഇതാണ്. ലജ്ജാകരം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അട്ടിപ്പേരെടുത്ത് നെഞ്ചുവിരിച്ച് നടക്കുന്ന മറ്റ് സഭയിലെ മെത്രാന്മാരില്ലേ, അവർക്കെന്താണ് ഈ വിഷയത്തെപ്പറ്റി ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്തത്? അവരെന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആത്മീകമായ അധികാരത്തോടെ ഒന്നിടപെടാനുള്ള കഴിവുള്ള, അതിനുള്ള സർട്ടിഫിക്കറ്റുള്ള, അതിനുള്ള ആത്മധൈര്യമുള്ള ഒരു മെത്രാനും കേരളത്തിലെന്നില്ല എന്നതാണ് എൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ബാക്കിയുള്ള എല്ലാ സഭകളുടെയും മെത്രാന്മാർ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ പോയി നിരാഹാര സത്യാഗ്രഹം നടത്തേണ്ട കേസാണിത്. നിങ്ങൾ ഈ ശാപം അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങളിവിടെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കും, ഞങ്ങൾ ഉപവസിക്കുമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ സഭകളിലെയും മെത്രാന്മാർ അവിടെ പോയിരിക്കേണ്ടതാണ്. അവർക്ക് ക്രിസ്തുവിൻ്റെ മാർഗത്തെപ്പറ്റി പുല്ല് വിലയുണ്ടെങ്കിൽ അവരതാണ് ചെയ്യേണ്ടത്. ഐമേനികളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികൾക്കും, ഭാരതത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും ക്രിസ്തുവിൻ്റെ നാമത്തിന് പൊതുവായി ഒരിക്കലും അവസാനിക്കാത്ത നിന്ന മാത്രമാണ് നേടിയെടുക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. പിന്നെ നാം മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് രഹസ്യത്തിൽ സന്തോഷിക്കുന്നത് നമുക്ക് ക്രിസ്തുവിനോടോ ക്രിസ്തു മാർഗത്തോടോ അല്പം പോലും ബന്ധമില്ല എന്നത് തന്നെയാണ്. നാം അതിന് ഒരു പിണ്ണാക്കിൻ്റെ വില കൽപ്പിക്കുന്നുമില്ല എന്നത് തന്നെയാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ശാപം തുടങ്ങിയിട്ട് കുറേ നാളായി. ഇത് കാണുമ്പോൾ, ഇതോർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന മുസ്ലിം സഹോദരന്മാർ എന്നോട് പരിഭവിക്കുകയില്ല എന്ന് ഞാൻ വിചാരിച്ച് പറയുകയാണ്. വർഗീയമായ ഒരു ചുവയെ നിങ്ങളിതിൽ കാണരുത്. ഇത് ഖുഷ്വന്ത് സിംഗ്, മരിച്ചുപോയ ഖുഷ്വന്ത് സിംഗ് അദ്ദേഹത്തിൻ്റെ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിലെ ലേഖനത്തിൽ എഴുതിയ കാര്യമാണ് ഞാൻ പറയാൻ പോയത്. ഇതെൻ്റെ കാര്യം, ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല. അദ്ദേഹം പറയുന്നത്, പാകിസ്ഥാനിൽ സിയാഉൽ ഹക്കിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ, പാകിസ്ഥാനിൽ സംഭവിച്ച ഇടിവ്, അതിനെ സൂചിപ്പിച്ചുമാണ് അദ്ദേഹം ഇത് പറഞ്ഞത്, ഇത് എഴുതിയത്. പക്ഷെ അതിനേക്കാളൊക്കെ പാകിസ്ഥാൻ എത്രയോ അധപ്പതിച്ചു. സങ്കടമാണ്. പാകിസ്ഥാനെ പറ്റി ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അയത്തുള്ള ഖൊമേനിയും സിയാഉൽ ഹക്കും അള്ളാഹയെ സന്ദർശിക്കാനായിട്ട് ചെന്നു. രണ്ടുപേർക്കും
ഒരേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അല്ല, എൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാട് എന്ന് തീരും? എൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാട് എന്ന് തീരും? അപ്പോൾ ആദ്യം സിയോൾ ഹക്ക് അള്ളാഹയോട് ചോദിച്ചു, അല്ല, എൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാട് എപ്പോൾ തീരും? അപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിൻ്റെ കാലത്ത് തീരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ നമുക്കറിയാം സിയോൾ ഹക്ക് വളരെ ലിഭ്യനായി വൈക്ലഭ്യത്തോടെ ഇറങ്ങി വന്നപ്പോൾ അയ്യത്തുള്ള കയറി അള്ളാഹയോട് ചോദിച്ചു, അല്ല, എൻ്റെ ജനത്തിൻ്റെ പ്രശ്നം എപ്പോൾ തീരും? അപ്പം അള്ളാഹ് പറഞ്ഞു, അത് എൻ്റെ കാലത്ത് തീരത്തില്ല എന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട്. ഇത് തീർച്ചയായിട്ടും ഖുഷ്വന്ത് സിംഗ് സർദാർജി, അദ്ദേഹം എൻ്റെ കോളേജിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഖുഷ്വന്ത് സിംഗ്. അദ്ദേഹം പഠിച്ചുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന് നർമ്മബോധം നന്നേ ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയെ പോലെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാലത്ത് തീരാത്ത പ്രശ്നമാണ് ഈ സീറോ മലബാർ സഭയിലും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും തോന്നുന്നത്. അങ്ങനെ ആകാതിരിക്കട്ടെ. ഈ ശാപം ഒന്ന് അടങ്ങിക്കണ്ട് സമാധാനത്തോടെ കണ്ണ് അടയ്ക്കുവാൻ ഈ ഉള്ളവനും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കഴുകന്മാരുടെ ചിറകടി അവസാനിക്കുന്ന നാൾ ദൈവമേ ത്വരിതപ്പെടുത്തണമേ. ആമേൻ.